ഭയപ്പെടുത്തുന്ന രൂപമുള്ളവനും സമസ്ത വിശ്വത്തെ ധരിക്കാൻ കഴിയുന്നവനുമായ ഭൈരവൻ കാലത്തിന്റെ അധിപനായി പ്രകാശിക്കുന്നതിനാൽ കാലരാജാവായി അറിയപ്പെടും. എല്ലായിടത്തും ദുഷ്ടരെ അമർച്ച ചെയ്യുന്നവനും ഭക്തരുടെ പാപങ്ങൾ നശിപ്പിക്കുന്ന പാപഭക്ഷകനുമായിരിക്കും. കാശി നഗരം നിത്യന്തം പ്രിയപ്പെട്ടതാണ്. അവിടെ കാലരാജാവായി വിളങ്ങും. പാപികളുടെ ശുഭവും അശുഭവുമായ എല്ലാ കാര്യങ്ങളും ചിത്രഗുപ്തൻ രേഖപ്പെടുത്തുന്നത് പോലെ നിയന്ത്രിക്കും. മഹാദേവൻ ഭൈരവന് നിർദ്ദേശം നൽകുകയാണ്. ആദ്യം നീ ബ്രഹ്മദേവന്റെ അഹന്ത നീക്കണം. മഹാദേവൻ ഇങ്ങനെ പറഞ്ഞതോടെ കാലഭൈരവൻ ബ്രഹ്മദേവന്റെ 5ാമത്തെ ശിരസ് വെട്ടിമാറ്റുകയാണ്. ഭൈരവന് ബ്രഹ്മഹത്യാ പാപം ബാധിക്കുകയാണ്. ഇത് കണ്ട് ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ഭയചകിതരാകുന്നു. ശതരുദ്രീയ മന്ത്രം ചൊല്ലി അവർ മഹാദേവനെ സ്തുതിക്കുന്നു. അഹന്ത വിട്ടൊഴിഞ്ഞ് അവരോട് മഹാദേവൻ ക്ഷമിക്കുകയാണ്. ബ്രഹ്മഹത്യാ പാപം നീക്കുന്നതിനായി ലോകത്തിന് കാണുന്ന വിധത്തിൽ നീ കപാലവ്രതം ആചരിക്കണം. എപ്പോഴും കപാലം കയ്യിൽ പിടിച്ച് ഭിക്ഷാടനം നടത്തണം എന്ന് മഹാദേവൻ ഭൈരവനോട് പറയുന്നു. അങ്ങനെ ഭൈരവൻ കാലനേക്കാൾ ഭയാനകമായ കാലരൂപം ധരിച്ചുകൊണ്ട് ദേവദേവനായ ശിവന്റെ ആജ്ഞപ്രകാരം കപാലവ്രതം അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. കപാലവും കയ്യിൽ പിടിച്ച് സർവാത്മകനായ ഭൈരവൻ സഞ്ചരിക്കുകയാണ്. ബ്രഹ്മഹത്യ എന്ന പാപം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വൈകുണ്ഠത്തിലെത്തിയ ഭൈരവനോട് മഹാവിഷ്ണു ചോദിക്കുന്നുണ്ട്, സകല പാപഹാരിയായ അങ്ങ് എന്തിനാണ് ഈ ഭിക്ഷ എടുക്കുന്നത്? ഭൈരവൻ മഹാവിഷ്ണുവിനോട് ഇങ്ങനെ പറയുന്നു, എനിക്ക് ബാധിച്ച ബ്രഹ്മഹത്യാപാപം തീരാൻ ഈ വിശുദ്ധമായ വ്രതം എടുക്കുന്നു. അതായത് ഭൈരവന് തന്റെ കർമ്മം കൊണ്ട് ലഭിച്ച പാപമാണ് ബ്രഹ്മഹത്യാപാപം. അത് എത്ര വലിയ ആളാണെങ്കിലും പാപം മാറാൻ പ്രായശ്ചിത്തം കൂടിയേ തീരൂ എന്നുള്ള ഒരു സന്ദേശം ഭൈരവൻ ഇവിടെ പറയാതെ പറയുന്നുണ്ട്. അങ്ങനെ ഭൈരവൻ ലോകങ്ങളിൽ സഞ്ചരിച്ച് പാപങ്ങളിൽ നിന്ന് മോചനം നേടുന്ന വാരണാസി നഗരത്തിലെത്തുന്നു. ആ കാശി നഗരത്തിൽ ഭൈരവൻ പ്രവേശിച്ച ആ നിമിഷം തന്നെ ബ്രഹ്മഹത്യാ പാപം പാതാളത്തിലേക്ക് പതിക്കുന്നു. ബ്രഹ്മാവിന്റെ കപാലം ഭൈരവന്റെ കയ്യിൽ നിന്നും വേർപെട്ട് താഴേക്ക് വീണു. ഭൂമിയിൽ ബ്രഹ്മദേവന്റെ കപാലം വീണ ആ സ്ഥലം കപാലമോചനം എന്ന് അറിയപ്പെടുന്നു. കപാലം ഭൂമിയിൽ വീണ തീർത്ഥസ്ഥാനത്ത് സ്നാനം ചെയ്യുന്നവരുടെ പാപമെല്ലാം നശിക്കുമത്രേ. ഈ കപാലമോചന തീർത്ഥത്തിൽ ഭൈരവൻ ഇന്നും സന്നിഹിതനായി നിൽക്കുന്നു. അവിടെ ഭക്തരുടെ എല്ലാ പാപങ്ങൾക്കും ഭൈരവൻ ശാന്തി നൽകുന്നു. മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 8ാം നാളിലാണ് മഹാദേവൻ ഭൈരവനെ സൃഷ്ടിച്ചത്. അന്നേ ദിവസം കാലഭൈരവനെ ധ്യാനിച്ച് വ്രതമെടുക്കുന്നവർ സകല പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നവനായിരിക്കുമെന്ന് ശിവപുരാണം പറയുന്നു.